വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഭാഗം മാർജിൻ ഓഫ് സേഫ്റ്റി ആയിരുന്നു. ഇന്ന് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്. അതായത് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ് എന്നുള്ള ഈ പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് PV റേഷ്യോ, അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. നമ്മൾ ഇന്നലെ അതുപോലെ മുൻപുള്ള ക്ലാസ്സിൽ കോൺട്രിബ്യൂഷൻ കണ്ടിരുന്നു അല്ലേ? ആ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് BEPയും മറ്റുമൊക്കെ കണ്ടു. അതുപോലെ ഇനി മുതൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ PV റേഷ്യോ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷന് പകരം നമുക്ക് PV റേഷ്യോ ഉപയോഗിച്ച് തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതായത് കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ് തന്നെയാണ് എന്ത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അതായത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സെയിൽസും അതുപോലെ കോൺട്രിബ്യൂഷനും തമ്മിലുള്ളൊരു ബന്ധം, അതാണ് ഈ ഒരു PV റേഷ്യോയിൽ നമ്മളെ കാണിക്കുന്നത്. ഇവിടെ P എന്ന് പറഞ്ഞാൽ PV റേഷ്യോയിലെ ദ ടേം P റെപ്രസെൻറ്റ് പ്രോഫിറ്റ്. P എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റിനെയാണ്. ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു കോൺട്രിബ്യൂഷൻ വെൻ കാൽക്കുലേറ്റിംഗ് BEP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതാണ് P റെപ്രസെൻറ്റ് ദ പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു കോൺട്രിബ്യൂഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത് P വെൻ കാൽക്കുലേറ്റിംഗ് BEP. ദെൻ ദ ടേം V റെഫേഴ്സ് ടു വോളിയൂം ഓഫ് സെയിൽസിനെയാണ് ഈ V പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക PV റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. അപ്പോൾ നമ്മൾ മുകളിൽ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ സെയിൽസിനെയും താഴെ എഴുതുകയാണെങ്കിൽ എത്ര പൊസിഷൻ സെയിൽസിൽ എത്ര ഭാഗം കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതായത് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു PV റേഷ്യോ നമുക്ക് ലഭിച്ചാൽ പിന്നീട് ബിസിനസ്സിൽ ഉള്ള പ്രോഫിറ്റ് അതുപോലെ കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് എല്ലാം നമുക്ക് ഈ ഒരു റേഷ്യോ ഉപയോഗിച്ച് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PV റേഷ്യോ നമുക്ക് നൽകും, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാൻ പറയും. അതാണ് ഇന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ PV റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. അത് നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു അതിൻ്റെ ഈ ഒരു നോട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ് ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ മുകളിലും സെയിൽസ് ബൈ ആയിട്ടും വരുന്ന ഇക്വേഷനാണ്. അതുകൊണ്ട് പഠിക്കാനൊന്നുമില്ല, നമുക്ക് അത് ഓർമ്മയിൽ തന്നെ നിൽക്കും. PV റേഷ്യോ എന്ന കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് ആണ്. അപ്പോൾ PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ് എന്നുള്ളത് ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഇനി ഇതേ ഇക്വേഷൻ തന്നെ ചുവടെ നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കുക. ദ എബോവ് ഫോർമുല ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 100 ടു എക്സ്പ്രസ് ആസ് പെർസെൻറ്റേജ്. ഇത് പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇൻറ്റു 100 കൂടി വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നുള്ളത് നമുക്കറിയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. നമ്മുടെ ഈ ഒരു സെയിൽസിൽ കോൺട്രിബ്യൂഷൻ എത്രയുണ്ട് എന്ന് നമുക്ക് ഈ റേഷ്യോ ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ റേഷ്യോ തന്നെ നമുക്ക് ഈ റേഷ്യോയിൽ നിന്ന്, അതായത് PV റേഷ്യോ നമുക്ക് ലഭിച്ചാൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് എന്നുള്ളത് നമുക്കറിയും. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റനവധി കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതാണ് ചുവടെ നൽകിയത്. ഫ്രം ദി അബോവ് ഫോർമുല വി ക്യാൻ ഫൈൻഡ് കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആസ് ഫോളോ. ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ PV റേഷ്യോ ആണ് നമ്മൾ കാണുന്നത്. ഈ PV റേഷ്യോ നമുക്ക് നൽകിയാൽ നമുക്ക് കോൺട്രിബ്യൂഷനും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ സെയിൽസും കാണാൻ സാധിക്കും. അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. കാരണം ഈ ഹരിക്കണം എന്നുള്ളിടത്ത് സമയത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഗുണിക്കണം എന്നാവും. അതാണ് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ എന്നായിട്ട് മാറിയത്. കോൺട്രിബ്യൂഷൻ അവിടെ തന്നെ നിർത്തുക സമയത്തിൻ്റെ അപ്പുറത്ത് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുക? സെയിൽസിനെ ഈ PV റേഷ്യോയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഹരിക്കണം എന്നുള്ള സെയിൽസ് ആയതുകൊണ്ട് സമയത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവണം? ഗുണിക്കണം എന്നാവും. അങ്ങനെ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ ലഭിക്കും. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാനും നമുക്ക് PV റേഷ്യോ കിട്ടിയാൽ സാധിക്കും. ദെൻ ഇനി സെയിൽസാണ് നമുക്ക് കാണേണ്ടതെങ്കിലോ സെയിൽസിനെ അവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെ സമയത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ സെയിൽസും കോൺട്രിബ്യൂഷൻ അവിടെ നിർത്തുക, സമത്തിൻ്റെ അപ്പുറത്തുള്ള PV റേഷ്യോ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അത്ര മാത്രമേ അവിടെ ചെയ്യേണ്ടതുള്ളൂ സെയിൽസ് കിട്ടാൻ. അങ്ങനെ സെയിൽസും PV റേഷ്യോ കിട്ടിയാൽ സെയിൽസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് PV റേഷ്യോ, അതുപോലെ അതിൻ്റെ ഇക്വേഷനും ദെൻ PV റേഷ്യോയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്ന മറ്റു ഇക്വേഷൻസും എന്തെന്ന് നിങ്ങൾ കണ്ടു.
ഇനി അതിൻ്റെ യൂസസ് ഓഫ് പി വി റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഒറ്റ പോയിൻ്റ് വിടാതെ മുഴുവൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് 10 പോയിൻറ്റ്സ് ഉണ്ട്. 10 പോയിൻ്റ് ഞാൻ ഇങ്ങോട്ട് തന്നത് ഒന്നും ഒഴിവാക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആദ്യ പോയിൻ്റ് ശ്രദ്ധിക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് പ്രോഡക്റ്റ്. എന്താണ് പി വി റേഷ്യോ നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ട്? കമ്പയറിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് പ്രോഡക്റ്റ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്ന് എത്രയാണ് പ്രോഫിറ്റ് ലഭിക്കുന്നതെന്ന് കമ്പയർ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. എ ഹൈ പി വി റേഷ്യോ ഇൻഡിക്കേറ്റ് ഹൈ പ്രോഫിറ്റബിലിറ്റി. നമ്മൾ ഇത്തരത്തിൽ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹൈ പി വി റേഷ്യോ ആണ് ആൻസറായിട്ട് ലഭിക്കുന്നതെങ്കിൽ അവിടെ ഹൈ പ്രോഫിറ്റബിലിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ലോ പി വി റേഷ്യോ ഈസ് സൈൻ ഓഫ് ലോ പ്രോഫിറ്റബിലിറ്റി. കുറഞ്ഞ പി വി റേഷ്യോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രോഫിറ്റബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു റേഷ്യോ കണ്ടാൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടുതലുള്ള പ്രൊഡക്റ്റ് ഏത്, കുറവുള്ള പ്രൊഡക്റ്റ് ഏതെന്ന് മനസ്സിലാക്കാനായിട്ട് പി വി റേഷ്യോ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ ദ മാനേജ്മെൻറ്റ് ക്യാൻ എസ്റ്റിമേറ്റ് സെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഓപ്പറേഷൻസ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതുപോലെ ഒരു പി വി റേഷ്യോയുടെ റേഷ്യോ ഉപയോഗിച്ച് തന്നെ നമുക്ക് കോൺട്രിബ്യൂഷനും സെയിൽസൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ പോയിന്റും പറഞ്ഞത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ ദ മാനേജ്മെൻറ്റ് ക്യാൻ എസ്റ്റിമേറ്റ് സെയിൽസ്. നമുക്കെന്താ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും, പ്രോഫിറ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഫ്യൂച്ചർ ഓപ്പറേഷൻ ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് പ്രൈസിംഗ് പോളിസി ആൻഡ് അതർ മാനേജീരിയൽ പോളിസീസ് വെൻ ദേ ആർ കീ ഫാക്ടേഴ്സ്. ഈ പി വി ഫാക്ടർ ഉപയോഗിച്ചിട്ട് പ്രൈസിങ്ങിനെ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ, പ്രൈസ് തീരുമാനിക്കുമ്പോൾ മാനേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. അത് കീ ഫാക്ടേഴ്സ് ഏത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പി വി റേഷ്യോ ഉപയോഗിച്ചിട്ട് കണ്ടെത്താം. കീ ഫാക്ടർ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ഈ ചാപ്റ്ററിൽ അവസാനത്തിൽ വരുന്നുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് ഇതെന്താണ് പറയുന്നത് നിനക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. കീ ഫാക്ടർ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അത് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്ഷൻ ടെക്നിക്ക് എക്സെട്ര ആർ മെഷേർഡ് ബൈ കമ്പയറിംഗ് ദെയർ പി വി റേഷ്യോ. പ്രൊഡക്റ്റ് ലൈൻ എന്താണെന്ന് നമുക്കറിയാം, പ്രൊഡക്റ്റ് മിക്സ് എന്താണെന്ന് അറിയാം. ഒക്കെ +2 തന്നെ പഠിച്ചു വന്നിട്ടുണ്ട് ബിസിനസ്സിൽ അല്ലേ. പ്രൊഡക്റ്റ് ലൈന്, അതുപോലെ പ്രൊഡക്റ്റ് മിക്സ്, 4 പീസ് ഓഫ് പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടെക്നിക്കുകൾ എല്ലാം മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ഈ പി വി റേഷ്യോ ഉപയോഗിച്ചിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ ഇനി അടുത്ത 5th പോയിന്റ് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് 5th പോയിന്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് BEP. ദ ഫോർമുല ഈസ് BEP = ഫിക്സ്ഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പ് BEP കാണാൻ ഫിക്സ്ഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആയിരുന്നു പഠിച്ചിരുന്നത്. ഇനി പി വി റേഷ്യോ ലഭിച്ചാൽ ചില പ്രോബ്ലത്തിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ നൽകില്ല, പക്ഷേ പി വി റേഷ്യോ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് BEP കണ്ടെത്താൻ സാധിക്കും. എന്താണ്? കോൺട്രിബ്യൂഷന് പകരം പി വി റേഷ്യോ നൽകിയാൽ മതി. കാരണം ഇതെന്താണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ് തന്നെയാണ് എന്ത് പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ. ദെൻ ഹെൻസ് ഫിക്സ്ഡ് എക്സ്പെൻസസ്. ഇനി ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫിക്സ്ഡ് എക്സ്പെൻസും കാണാം. എങ്ങനെയാണ്? ഫിക്സ്ഡ് എക്സ്പെൻസസ് കാണണമെങ്കിൽ ഫിക്സ്ഡ് എക്സ്പെൻസ് അവിടെ തന്നെ നിർത്തുക, ബാക്കി പി വി റേഷ്യോനെ BEPയുടെ അപ്പുറത്തേക്ക്, സമ്മത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. എങ്ങനെയാണ് അപ്പോൾ? ഫിക്സ്ഡ് എക്സ്പെൻസസ് = BEP × പി വി റേഷ്യോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫിക്സ്ഡ് എക്സ്പെൻസ് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഈ ഒരു പി വി റേഷ്യോയുടെ ഉപയോഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ദെൻ അടുത്ത പോയിന്റ് 6th പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിറ്റർമിനിങ് സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ എ ഗിവൺ പ്രോഫിറ്റ്. അതായത് നമ്മൾ BEP കണ്ട സമയത്ത് തന്നെ പഠിച്ചിരുന്നു, പ്രോഫിറ്റ് BEP എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ ആണ്. അപ്പോൾ ഇനി ഒരു ഡിസൈർഡ് പ്രോഫിറ്റ് കണ്ടെത്താൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു? ഫിക്സ്ഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്നുള്ള ഇക്വേഷൻ നമ്മളവിടെ പഠിച്ചിരുന്നു. അതേ രീതിയിൽ നമുക്ക് ഇവിടെയും പി വി റേഷ്യോ ഉപയോഗിച്ചും ചെയ്യാം. അങ്ങനെ ഫിക്സ്ഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷന് പകരം എന്ത് ചെയ്യുക? പി വി റേഷ്യോ നൽകിയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതും പി വി റേഷ്യോയുടെ ഒരു ഉപയോഗമാണ്. ദ നെക്സ്റ്റ് 7th പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ കാൽക്കുലേറ്റിംഗ് മാർജിൻ ഓഫ് സേഫ്റ്റി. ദ ഫോർമുല ഈസ് മാർജിൻ ഓഫ് സേഫ്റ്റി = പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് × സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ. എന്തും ചെയ്യുക. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. കോൺട്രിബ്യൂഷന് പകരം പി വി റേഷ്യോ നൽകുന്നു എന്ന് മാത്രം. ദെൻ ഹെൻസ് മാർജിനൽ സേഫ്റ്റി
ഇൻറ്റു പി വി റേഷ്യോ ഇസിക്കൽ ടു പ്രോഫിറ്റ്. അതൊന്നും ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് കണ്ടെത്താൻ ചില പ്രോബ്ലത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് പി വി റേഷ്യോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാർജിനൽ സേഫ്റ്റി, അതായത് ബി പി സെയിൽസിൽ നിന്ന് ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബി പി സെയിൽസ് കുറച്ചാൽ നമുക്ക് കിട്ടും, മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. ആ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ലഭിക്കും. ദെൻ 8ാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് അറ്റ് എനി വോളിയൂം ഓഫ് സെയിൽസ്. ഏത് സെയിൽസിന് എത്രയാണെങ്കിലും പി വി റേഷ്യോ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ വളരെ ഈസിയാണ്. കാരണം എന്താ, സെല്ലിംഗ് പ്രൈസ് കാണാൻ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പി വി റേഷ്യോ ചെയ്താൽ മതി. 100 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ടോട്ടൽ ആയിട്ട് നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അതിൽ നിന്ന് നമ്മുടെ പി വി റേഷ്യോ മൈനസ് ചെയ്യുക, എന്നിട്ട് വേരിയബിൾ കോസ്റ്റിനോട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് എത്ര പ്രൈസാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ 10th പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് ഇൻ അസർട്ടൈനിങ് ദ വേരിയബിൾ കോസ്റ്റ് ഫോർ എനി വോളിയൂം ഓഫ് സെയിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സെല്ലിംഗ് പ്രൈസ് പറഞ്ഞ പോലെ വേരിയബിൾ കോസ്റ്റും അസർട്ടൈൻ ചെയ്യാനായിട്ട് ഈ ഒരു പി വി റേഷ്യോ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ഇനി ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു പി വി റേഷ്യോ ഒക്കെ പഠിച്ചല്ലോ, അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സെയിൽസ് 1 lakh, വേരിയബിൾ കോസ്റ്റ് 60,000, ഫിക്സ്ഡ് കോസ്റ്റ് 30,000. ഫൈൻഡ് ഔട്ട്, നമ്മളോട് കാണാൻ പറഞ്ഞ എന്തൊക്കെയാണ്, പി വി റേഷ്യോ കാണാൻ പറഞ്ഞിട്ടുണ്ട്, ദെൻ ബി ഇ പി കാണാൻ പറഞ്ഞിട്ടുണ്ട്, ദെൻ സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് ₹20,000. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പി വി റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു, പി വി റേഷ്യോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ അതൊന്ന് ശ്രദ്ധിക്കുക. പി വി റേഷ്യോ is equal to contribution divided by sales. Contribution divided by sales. ഇപ്പോൾ എന്ത് ചെയ്യുക, കോൺട്രിബ്യൂഷൻ കാണാം ആദ്യം. അതിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ് കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. 1,00,000 60,000 കുറച്ചാൽ 40,000. ഓക്കെ, ഡിവൈഡഡ് ബൈ സെയിൽസ് 1,00,000, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പി വി റേഷ്യോ ലഭിക്കും. ദെൻ പി വി റേഷ്യോ വേരിയബിൾ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് എന്താ, പി വി റേഷ്യോ കിട്ടിയാൽ പിന്നെ ബി ഇ പി കാണാൻ എന്താ, ഫിക്സ്ഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, ഇനിയോ സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 20,000 ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കൂടെ 20,000 കൂടി കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും പണിയുള്ളൂ നമുക്ക് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം ആൻസർ കാണുക. ആൻസർ ഇതാണ്. പി വി റേഷ്യോ കാണാൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100% കാണുന്നത്, അതുകൊണ്ട് ഇൻറ്റു 100 ആണ്. ദെൻ കോൺട്രിബ്യൂഷൻ എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 lakh മൈനസ് 60,000, അതായത് 40,000 കോൺട്രിബ്യൂഷൻ ലഭിച്ചു. പിന്നെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് എക്സ്പെൻസസ്, അതായത് 40,000 ഡിവൈഡ് ബൈ 1 lakh ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്ക് ആയതുകൊണ്ട് 100 ചെയ്തു, അങ്ങനെ 40% നമുക്ക് ലഭിച്ചു. ഇനി എന്താ രണ്ടാമതായിട്ട് കാണാൻ പറഞ്ഞത് ബി ഇ പി ആണ്. ബി ഇ പി കാണാൻ നമുക്കറിയാം ഫിക്സ്ഡ് എക്സ്പെൻസ് നൽകിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ മതി. ഫിക്സ്ഡ് എക്സ്പെൻസസ് 30,000 ആണ്, ഡിവൈഡഡ് ബൈ 40%, അതായത് പി വി റേഷ്യോ. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 40% എന്ന് പറഞ്ഞാൽ 40/100 ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇട്ടാൽ മതി, അത് ഹരിച്ചിട്ടുള്ള എമൗണ്ട് അവിടെ ഇട്ടാൽ മതി. 40/100 ഇടണമെന്നില്ല, 40/100 ഹരിച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് അവിടെ ഇട്ടാലും മതി. ഓക്കെ, എന്ത് ചെയ്താലും ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും പ്രശ്നമല്ല. ബികോം എന്നുള്ള നിലക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, പക്ഷേ കഴിയുമെങ്കിലും കൈകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ 30,000 ഇൻറ്റു 100/100 എന്നാവും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ, അങ്ങനെ 75,000 നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കും, അത് ബി ഇ പി. ദെൻ ഇനി എന്താ, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 20,000. ഈസിയാണ്, ഫിക്സ്ഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ മതി. 30,000 പ്ലസ് 20,000 ഡിവൈഡ് ബൈ 40/100, 50,000/40 ലഭിക്കും. ഇൻറ്റു 100 ചെയ്യുമ്പോൾ 1,25,000. 1,25,000 സെയിൽ നടന്നാലാണ് നമുക്ക് 20,000 രൂപ പ്രോഫിറ്റ് ലഭിക്കുക എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് എക്സാമുകളിൽ കണ്ടിട്ടുള്ളൊരു ഏരിയ ആണ് പി വി റേഷ്യോ വെൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഫോർ 2 periods ആർ ഗീവൺ.
സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റും 2 പീരീഡിലുള്ളത് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പി വി റേഷ്യോ എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. ഇതുവരെ നമ്മൾ കണ്ടത് ഒരൊറ്റ പീരീഡിലുള്ള സെയിൽസും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും ഒക്കെയാണ് നമുക്ക് നൽകിയിരുന്നത്. ഇവിടെ നൽകിയിരുന്നത് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് 2 പീരീഡ്, 2 സമയത്തുള്ള ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ആയിട്ടുള്ള 2 പീരീഡിലുള്ള സെയിൽസും പ്രോഫിറ്റ് നൽകിയാണെങ്കിൽ പി വി റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ചുവടെ നൽകിയത്. വെൻ ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്സ് for 2 periods are given, we cannot calculate PV ratio by using the usual formula. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഫോർമുല പഠിച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇൻ സച്ച് എ കേസ് ദ ഫോളോയിങ് ഫോർമുല ഈസ് യൂസ്ഡ്. അത്തരം സാഹചര്യത്തിൽ തുടർന്ന് വരുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുമ്പത്തെ എക്സാമിന് ഇത് സെയിം ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചതായിട്ട് കണ്ടിരുന്നു. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷന് ശ്രദ്ധിച്ചോ. പി വി റേഷ്യോ ആ സമയത്ത് എങ്ങനെ കാണുക? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഇൻ 2 പീരീഡ്സ്. നമുക്ക് 2 പീരീഡിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ചേഞ്ചസ് എടുത്തിട്ട് എഴുതുക. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഇൻ 2 പീരീഡ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 പീരീഡ്. അപ്പോൾ പ്രോഫിറ്റ് 2 സമയത്തുള്ളതിൻ്റെയും ചേഞ്ച് ഒന്നിൽ നിന്നൊന്ന് കുറച്ച് നമുക്ക് വ്യത്യാസം കിട്ടുമല്ലോ, ആ വ്യത്യാസം അവിടെ എഴുതുക. അതുപോലെ തന്നെ സെയിൽസിൽ നിന്നുള്ള വ്യത്യാസവും ഡിവൈഡഡ് ബൈ ആയിട്ട് കാണിക്കുക, ഡിനോമിനേറ്റർ ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കാണിക്കാം, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഇൻ 2 പീരീഡ്സ്. കോൺട്രിബ്യൂഷൻ ആണ് നൽകുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 പീരീഡ്. കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചും വേണമെങ്കിൽ ചെയ്യാം, പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടും ചെയ്യാമെന്നർത്ഥം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ആരും മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ദെൻ ഇഫ് ടോട്ടൽ കോസ്റ്റ് ഫോർ ദ 2 പീരീഡ്സ് ആർ ഗിവൺ. ഇപ്പോൾ നമുക്കിവിടെ സെയിൽസിന് പകരം കോസ്റ്റാണ് നൽകിയതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് പ്രോഫിറ്റിന് പകരം നമുക്ക് നൽകിയിട്ടുള്ളത് ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് വിൽ ബി ദ പ്രോഫിറ്റ്. അപ്പോൾ എന്തായിരിക്കും? പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും. സെയിൽസിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റിൻ്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ ചെയ്യുക? ഈ കാര്യങ്ങളൊന്ന് നോട്ടിൽ എഴുതി വെക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യുക. ഈ ഒരു ഇഷ്യൂ, അതായത് പി വി റേഷ്യോ വെൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് 2 പീരീഡ്സ് ആർ ഗീവൺ എന്നുള്ളതിലെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇക്വേഷൻസ് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം.